നോയ്സ് പുറത്തിറക്കി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളർ ഫിറ്റ് കേഡറ്റ് എന്നൊരു കിഡിലൻ സ്മാർട്ട് വാച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. വാച്ചിൻ്റെ ബോഡി നല്ല സ്ട്രോങ് ആയിരിക്കണം, അതായത് നിലത്ത് വീണ് കഴിഞ്ഞാൽ ഡാമേജ് ഒന്നും വരാൻ പറ്റില്ല, നല്ല സ്റ്റൈലും ലുക്കിലുള്ള ഡിസൈൻ ആയിരിക്കണം. ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു മികച്ച മോഡലാണിത്. ആസ് ഓൾവേസ് നോയ്സ് ഇതിന് ഒരു ഇൻട്രോഡക്ടറി ഓഫർ പ്രൈസ് ഒക്കെ ഇപ്പോൾ നൽകുന്നുണ്ട്. 1800 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും. ആമസോണിലും അതുപോലെ നോയ്സിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറിലുമാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാച്ച് വീഡിയോ മുഴുവനായിട്ടും കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ഓഫർ കിട്ടുന്ന ലിങ്ക് വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നിട്ടുണ്ട്. പല കളേഴ്സിൽ ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും. എൻ്റെ പക്കലുള്ളത് ഒരു മിലിറ്ററി കളറാണ്. സോ ഐ എം എക്സൈറ്റഡ് ടു ഓപ്പൺ ദിസ് ബോക്സ്. ബോക്സിന് മുകളിലായിട്ട് നമുക്ക് നോയ്സിൻ്റെ ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. വാച്ചിൻ്റെ നല്ലൊരു ഇമേജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ സ്പെസിഫിക്കേഷനൊക്കെ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കളർ ഫിറ്റ് കേഡറ്റിന് എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇന്ത്യയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബ്രാൻഡ് അംബാസഡർ വിരാട് കോഹ്ലിയുടെ നല്ലൊരു കിഡിലൻ ഇമേജ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിറകുവശത്തോട്ട് വരുമ്പോൾ നമുക്ക് വാച്ചിൻ്റെ ഇമേജും പിന്നെ ബ്രാൻഡിൻ്റെ കുറച്ച് ഹൈലൈറ്റ്സ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു വശത്തായിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും അതുപോലെ ബാക്കിയുള്ള വാച്ചിന് എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും, വാറണ്ടി എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വളരെ ക്വിക്കായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ പക്കൽ 2 കളർ വേരിയൻ്റ് ഉണ്ട്. ഇതിലിപ്പോൾ നമ്മുടെ മിലിറ്ററി കളർ വേരിയൻ്റ് ആണ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോയ്സ് ഫിറ്റ് എന്ന ആപ്പ് വഴിയാണ് നമുക്കിത് പെയറിംഗ് ഒക്കെ സാധ്യമാവുക. പെയറിംഗ് വളരെ സിമ്പിളാണ്. എല്ലാ വീഡിയോസിലും നമ്മൾ എങ്ങനെയാണ് പെയർ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് മെയിൻ യൂണിറ്റ് കാണാനായിട്ട് പറ്റും. കളർ നല്ല സ്റ്റൈലൻ കളറാണ് കേട്ടോ, മിലിറ്ററി കളറാണ്. ബോക്സിനകത്ത് നമുക്ക് കിട്ടുന്നത് വാറണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള കാർഡ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. ഓൾസോ ഒരു യൂസർ മാനുവൽ ഉണ്ട്. പിന്നെ നമുക്ക് മാഗ്നറ്റിക് സപ്പോർട്ടോട് കൂടി വരുന്ന ഇത്തരത്തിലുള്ള ഒരു ചാർജിങ് കേബിൾ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ മെയിൻ യൂണിറ്റ് ആണ്. മെയിൻ യൂണിറ്റ് കയ്യിലെടുത്തപ്പോൾ തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം നല്ല ഒരു കിഡിലൻ സ്റ്റൈലൻ ലുക്കിലുള്ള ഒരു വാച്ചാണ്. ആർമി കളർ വേരിയൻ്റ് ആണ് ഇപ്പോൾ നമ്മുടെ പക്കലുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു ആർമി കളർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാപ്പിന് മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഒരു സ്ട്രാപ്പ് നമുക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്തും ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ആവശ്യത്തിലധികം ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഫിക്സ് ആവാത്ത ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു എഡ്ജിലായിട്ട് നിങ്ങൾക്ക് നോയ്സിൻ്റെ ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. ഓവറോൾ നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ സ്ട്രാപ്പ് വന്നിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ ഒരു ഡിസൈനെ പറ്റി പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റഗ്ഗഡ് ടൈപ്പ് ഓഫ് സ്മാർട്ട് വാച്ച് ആണ്. മാത്രമല്ല നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് കേട്ടോ. ഒരു മെറ്റൽ ബോഡിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഈ ഒരു വശത്തായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു സ്ക്രീന് ആ ഒരു ബോഡിക്കുള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് വീഴാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. മാത്രമല്ല താഴെ വീണ് കഴിഞ്ഞാലും പെട്ടെന്നൊന്നും ഡാമേജ് ആകാനും പോകുന്നില്ല. 1.78 ഇഞ്ചിൻ്റെ അമോൾഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിൽ വന്നിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് ട്രൂ സിങ്ക് ടെക്നോളജി ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. വാച്ചിൻ്റെ ഈ ഒരു വശത്തായിട്ട് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷണൽ ക്രൗൺ ബട്ടൺ കാണാനായിട്ട് പറ്റും. അതിന് തൊട്ട് താഴെയായിട്ട് മറ്റൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്ത് ഒന്ന് പെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് പെയർ ചെയ്യാന്നുള്ളത് വളരെ എളുപ്പമാണ്. ഈ ഒരു QR കോഡ് നിങ്ങളുടെ ഫോണിൽ ഒരു ക്യാമറ ആപ്പ് ഇതേപോലെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതൊന്ന് സ്കാൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ഈ ഒരു നോയ്സ് ഫിറ്റിൻ്റെ ആപ്പ് ഇത്തരത്തിൽ ഇൻസ്റ്റാൾ ചെയ്താലും മതി. ഈ ഒരു വാച്ചിൻ്റെ ഈ ഒരു എഡ്ജ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മെറ്റലായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് മനസ്സിലാകും കംപ്ലീറ്റ്ലി ഒരു മെറ്റൽ ഫ്രെയിമിലാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി ഒരു വാച്ചിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെനു കാര്യങ്ങളൊക്കെ ഒന്ന് ക്വിക്കായിട്ട് നോക്കാം. മുകളിൽ നിന്ന് താഴോട്ട് ഇത്തരത്തിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്വിക്ക് ആക്സസ് മെനു അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഡിസ്പ്ലേ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഓട്ടോ സ്ലീപ്പ് ഉണ്ട്, മെനു വ്യൂ, അതുപോലെ ബ്രൈറ്റ്നസ്, വാച്ച് ഫേസ്, ഇതെല്ലാം ഇവിടുന്ന് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് വൈബ്രേഷൻ ആൻഡ് റിംഗ് ഇത്തരത്തിൽ മാനേജ് ചെയ്യാം. അതുപോലെ തന്നെ ലോ പവർ മോഡ് എനേബിൾ ചെയ്യാം. തിയേറ്റർ മോഡ് അവൈലബിൾ ആണ്. ഫോൺ കോൾ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഓഡിയോ ബ്ലൂടൂത്ത് നമുക്ക് എനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ കോൾ റീസെറ്റ് ഓപ്ഷൻ ഉണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അവൈലബിൾ ആണ്. സിസ്റ്റം എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ റീസ്റ്റാർട്ട്, പവർ ഓഫ്, റീസെറ്റ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് വരുന്നത്. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാച്ചിൻ്റെ കോളിംഗ് ഫീച്ചറാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് വേരിയൻറ്റ് 5.3 ആണ് ഈ ഒരു വാച്ചിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോളിംഗ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആപ്പിലേക്ക് വന്ന ശേഷം ഏറ്റവും താഴെ നമുക്ക് മൈ ഡിവൈസ് എന്ന് കാണാം. റൈറ്റിലായിട്ട് അതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാനിത് ചെയ്യാനുള്ള കാരണം ഈ ഒരു നമ്മുടെ ഫോണിൽ ഏതെങ്കിലും നമ്പേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മൈ കോൺടാക്ട്സ് എന്ന് അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ആഡ് എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ഫോണിലുള്ള എല്ലാ കോൺടാക്ട്സും ഇതേപോലെ ഫെച്ച് ആയിട്ട് വരും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ നമുക്ക് 8ഓളം നമ്പേഴ്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിൽ ഞാനിപ്പോൾ ഒരു നമ്പർ സെർച്ച് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ആഡ് ചെയ്യുകയാണ്. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്പർ ഇത്തരത്തിലൊന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെയായിട്ട് സേവ് എന്ന് കാണാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്പർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പം സേവ് ചേഞ്ച് എന്ന് കൊടുത്ത് ഇതോടുകൂടി ഈ ഒരു കോൺടാക്ട് നമ്മുടെ വാച്ചിലേക്ക് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാച്ചിൽ കോൾ നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും കിട്ടും. അതോടൊപ്പം തന്നെ ഈ ഒരു സേവ് ചെയ്ത നമ്പറിലേക്ക് വളരെ ക്വിക്കായിട്ട് നമുക്ക് കോൾ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ സിംഗിൾ ടാപ്പ് മാത്രം മതി. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് ഇത്തരത്തിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റീസെൻറ്റ് കോൾസ് എന്ന് കാണാനായിട്ട് പറ്റും. ഞാനിപ്പോൾ കോൾസ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഒന്നും കാണാത്തത്. ഡയൽ പാഡിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്പേഴ്സ് ഡയൽ ചെയ്തുകൊണ്ട് കോൾ ഇനീഷ്യേറ്റ് ചെയ്യാം. കോൺടാക്ട്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു നമ്പർ കാണാനായിട്ട് പറ്റും. ഇതിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോൾ ഫോണിലോട്ടും അതുപോലെ വാച്ചിലേക്കും സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്കിതിൽ ലൗഡ് സ്പീക്കറും അവൈലബിൾ ആണ്. ഹലോ, റഷീദാണ്.
എന്നായി ഒന്ന് ഫ്രീ ആയിട്ട് വിളി കേട്ടോ. ഒന്നുമില്ല, ഒരു സാധനം വാങ്ങി പറയുന്ന. അപ്പോൾ നമ്മളങ്ങനെ കോൾ ഇനീഷ്യേറ്റ് ചെയ്തു. നല്ല ക്ലാരിറ്റിയിൽ തന്നെ കേൾക്കാനായിട്ട് പറ്റി. ഇത് ഞാനിപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നാണ് കോൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ കോൾ ചെയ്ത നെറ്റ്വർക്ക് ജിയോ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ടിവിറ്റി, അതായത് ഫോണും അതുപോലെ നമ്മുടെ വാച്ചും തമ്മിലുള്ള കണക്ടിവിറ്റി 10 മീറ്റേഴ്സാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി നമുക്കിത് കയ്യിൽ വിയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ലുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ ഇത് സ്ട്രാപ്പ് ഒരു ഓക്കെ സൈസ് ആണ്. സാധാരണ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ചെയ്ത നോയ്സിൻ്റെ വാച്ചിൻ്റെ സ്ട്രാപ്പ് കുറച്ചുകൂടെ വലുതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ കളർ മാത്രമല്ല, നിങ്ങൾക്ക് മറ്റ് 2 കളേഴ്സ് കൂടെ അവൈലബിൾ ആണ്. ഏകദേശം 3ഓളം കളേഴ്സിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ആ ഒരു ഡയലിൻ്റെ ഏരിയ ഒക്കെ വരുന്നത് ഈ ഒരു രീതിയിലാണ്. നമ്മുടെ കയ്യിലേക്ക് ഫിറ്റായിട്ട് നല്ല സ്റ്റൈലൻ ലുക്കിൽ നിൽക്കുന്നുണ്ട്. സ്ട്രാപ്പ് ആർമി കളർ ആയതുകൊണ്ട് തന്നെ ഐ തിങ്ക് ഇറ്റ്സ് ലുക്സ് വെരി ഗുഡ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെയുടെ സൈഡൊക്കെ തട്ട് മുട്ടൊക്കെ ചെയ്താലൊന്നും പ്രശ്നമില്ല. കാരണം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മെറ്റൽ ബോഡിയിലാണ് ഈ ഒരു വാച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി ഡെഫിനറ്റ്ലി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഒരു ഫേമായിട്ട് തന്നെ ഈ ഒരു വാച്ച് നല്ലപോലെ നിൽക്കുന്നുണ്ട്. പിന്നെ സൈസൊന്നും നിങ്ങൾ പറയാവേണ്ട കാര്യമല്ല. കാരണം ഈ ഒരു സ്ട്രാപ്പിൽ ഈ ഒരു എൻഡ് വരെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഹോൾസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടേത് അത്യാവശ്യം നല്ല തടിയുള്ള കൈയാണെങ്കിലും അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഹാൻഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഈസി ആയിട്ട് ഇത് വിയർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ കോളിംഗ് എക്സ്പീരിയൻസ് ബെറ്റർ ആണ്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് നിങ്ങൾ ഇത്തരത്തിൽ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ക്വിക്കായിട്ട് ഈ ഒരു മെനു ഇത്തരത്തിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ താഴെ നിന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇത്തരത്തിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ഫംഗ്ഷണൽ ക്രൗൺ ബട്ടൺ ഇത്തരത്തിൽ നിങ്ങൾ ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ വാച്ച് ഫേസസ് ഇങ്ങനെ ചേഞ്ച് ആകുന്നത് കാണാനായിട്ട് പറ്റും. ആപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വാച്ച് ഫേസസ് അവൈലബിൾ ആണ്. ഈ ഒരു ബട്ടണിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെനു ക്വിക്കായിട്ട് ഇത്തരത്തിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. മെനു നിങ്ങൾക്ക് ലിസ്റ്റായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഐക്കണായിട്ടൊക്കെ സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷന് ഇതിൽ അവൈലബിൾ ആണ്. ഈ ഒരു സെറ്റിംഗ്സിൽ ചെന്ന് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ ചെന്നുകൊണ്ട് മെനു വ്യൂ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഗ്രിഡ് വ്യൂ അല്ലെങ്കിൽ ലിസ്റ്റ് വ്യൂ ഒക്കെ ആക്കാനായിട്ട് പറ്റും. ലിസ്റ്റ് വ്യൂ ആക്കുന്ന സമയത്ത് ഇങ്ങനെയാണ്. ഈ ഒരു ഫംഗ്ഷണൽ ക്രൗൺ ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ ഇത്തരത്തിൽ തിരിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഇത്രയും മെനുവിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റെപ്സ് കൗണ്ട് ഉണ്ട്, ഫോൺ കോൾസ്, ഹാർട്ട് റേറ്റ്, സ്ലീപ്പ് മോണിറ്റർ, SpO2 മെഷർമെൻറ്റ്, ബ്ലഡ് പ്രഷർ, സ്ട്രെസ് മോണിറ്റർ, എക്സസൈസ് റെക്കോർഡ്സ്, പിന്നെ ബ്രീത്ത് ഉണ്ട്, വെതർ ഉണ്ട്, ക്യാമറ ഉണ്ട്, മ്യൂസിക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും, അലാം, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, സൈക്കിൾ ട്രാക്കർ, കാൽക്കുലേറ്റർ, ഫ്ലാഷ് ലൈറ്റ്, ആപ്പ് QR കോഡ് ഉണ്ട്, ഗെയിംസ് 1-2 ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ സെറ്റിംഗ്സും അവൈലബിൾ ആണ്. ഇത്രയും ഓപ്ഷൻസ് ഒക്കെയാണ് ഈ ഒരു വാച്ചിൽ വരുന്നത്. സിംഗിൾ ചിപ്പ് ബ്ലൂടൂത്ത് കോളിംഗ് എനേബിൾ ആയിട്ടുള്ള ഒരു വാച്ചാണിത്. ഇൻകമിംഗ് കോൾ അലേർട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. റീസെൻറ്റ് കോൾസ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ഏകദേശം 8ഓളം കോൺടാക്ട്സ് ഇതിൽ സേവ് ചെയ്യാനായിട്ട് പറ്റും. സ്മാർട്ട് നോട്ടിഫിക്കേഷൻസ് ഈ ഒരു വാച്ചിൻ്റെ ഭാഗമായിട്ടുണ്ട്. IP68 റേറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ഉള്ള ഒരു സ്മാർട്ട് വാച്ച് ആണിത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ സ്വെറ്റോ വാട്ടർ കാഴി കഴിഞ്ഞാൽ നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. വാച്ച് ഡാമേജ് ആകുന്ന ഇഷ്യൂസ് ഒന്നുമില്ല. 250 mAh ബാറ്ററിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. 4 days വരെ ബാറ്ററി ബാക്കപ്പ് ഈ ഒരു വാച്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ബ്ലൂടൂത്ത് കോളിംഗ് ഹെവി ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി ലൈഫ് അത്ര ദിവസം കിട്ടിക്കൊള്ളണമെന്നില്ല. 120 പരം സ്പോർട്സ് മോഡ്സ് ഉണ്ട്. 150 പരം വാച്ച് ഫേസസ് ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ തന്നെ നോയ്സ് ബസ് വഴി ഈസി ആയിട്ട് നിങ്ങൾക്ക് കോൾസ് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രൊഡക്ടിവിറ്റി സ്യൂട്ടിൽ നമുക്ക് റിമൈൻഡർ ഉണ്ട്, വെതർ റിപ്പോർട്ട് ഉണ്ട്, കാൽക്കുലേറ്റർ ഉണ്ട്, മ്യൂസിക് കൺട്രോൾ ഉണ്ട്, ഫൈൻഡ് മൈ ഫോൺ ഓപ്ഷൻ ഉണ്ട്. നോയ്സ് ഹെൽത്ത് സ്യൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ, SpO2 മെഷർമെന്റ്, സ്ലീപ്പ് മോണിറ്റർ, സ്ട്രെസ് മെഷർമെന്റ്, ഫിമൈൽ സൈക്കിൾ ട്രാക്കർ, ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ ഒരു വാച്ചിൽ വരുന്നത്. ബ്ലാക്ക്, അതുപോലെ ലൂണാർ, പിന്നെ മിലിറ്ററി, ഈ 3 കളേഴ്സിലാണ് ഈ ഒരു വാച്ച് അവൈലബിൾ ആയിട്ടുള്ളത്. നോയ്സ് കളർ ഫിറ്റ് കേഡറ്റ് എന്ന ഈ ഒരു കിഡിലൻ സ്മാർട്ട് വാച്ചിന്റെ റിവ്യൂ ആൻഡ് അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഈ ഒരു വാച്ച് ഇപ്പോൾ ഓഫർ പ്രൈസിൽ ഗ്രാബ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ തരുന്ന നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ചാനലിൽ ഡീറ്റെയിലും താഴെ തന്നിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.